ഗായ്സ്, അപ്പോൾ ഇതിന് മുന്നേ മേനു എങ്ങോട്ടോ നടന്നു പോവുകയാണ്. അതെനിക്ക് ബർഗർ വാങ്ങിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഒരു ഉച്ചയായപ്പോൾ 2 മണിയായപ്പോൾ തൊട്ടേ ഭയങ്കര ഒരു മോഹം ബർഗർ കഴിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു മേനു എനിക്ക് ബർഗർ കഴിക്കാൻ തോന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ വിളിച്ചു ചോദിച്ചിട്ടാകുമ്പോൾ അവർ പറഞ്ഞു 3 മണിയാവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് ഇപ്പോൾ 3 മണി 3:30 ആയിട്ടുണ്ട്. അപ്പോൾ മേനത് വാങ്ങിക്കാൻ പോണതാണ് ആ കാണുന്നത്. പിന്നെ മേനുവിന് പനിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പോൾ അത് കൊച്ചിനും ബാധിച്ചു, കൊച്ചിനും പനിയാണ്. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായി. ഇപ്പോൾ കുറവുണ്ട്. ഇന്നലെ ഒട്ടും വയ്യായിരുന്നു, നല്ല ഉറക്കിയിട്ടൊന്നുമില്ല എന്നെ. ഭയങ്കര അവന് ഉറങ്ങുള്ള, അവന് കയ്യിലിരുന്ന് ഉറങ്ങും, കിടക്കുമ്പോൾ എണീക്കണം, തൊട്ടിലെടുത്തിട്ടും ആടുള്ള കയ്യിൽ തന്നെ ഇരിക്കായിരുന്നു. പിന്നെ വെളുപ്പിനായപ്പോൾ ഒക്കെ ഒന്ന് ഓക്കെ ആയി, മരുന്നൊക്കെ കൊടുക്കണം. ഇപ്പോൾ എല്ലാവർക്കും പനിയൊക്കെ തോന്നണം. അപ്പോൾ ബർഗർ വാങ്ങിച്ചിട്ട് പറ്റാം. അപ്പോൾ നമുക്ക് കാണാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയിട്ടുണ്ട്. കാരണം മേനുവിൻ്റെ വണ്ടി അവിടെ സ്റ്റക്കായി. അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഫ്ലാറ്റ് പണിയണ ഏതൊരു ഓണറുടെ വണ്ടി കിടക്കണേന്നും. സോ വണ്ടി എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് മുന്നേ ഉമ്മച്ചി വന്നിട്ടുണ്ടായി കൊച്ചിന് പനിയായതുകൊണ്ട് കാണാൻ. അപ്പോൾ ഉമ്മച്ചി നല്ല സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുവന്നിട്ടുണ്ടായി. പിന്നെ രാത്രിത്തേക്ക് മോരുകറി മീൻ പൊരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പൊന്നോ, ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ കൂട്ടി മീൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് കാണിച്ചു തരാം. ഈ കോമ്പിനേഷൻ വിശന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല, അടിപൊളി. പക്ഷെ മേനും പറഞ്ഞു നല്ല ഉണ്ടെന്ന്, സൂപ്പറായിട്ട്. നല്ല മീൻ കൂട്ടിയിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ഇങ്ങനെ കുഴച്ച് ബർഗറിന് പകരം ഇതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ. ഇപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ മേനു എൻ്റെ അടുത്ത് പറഞ്ഞു ബർഗറിൻ്റെ അവിടെ ഒന്ന് വിളിച്ചിട്ട് പാഴ്സൽ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരെണ്ണമായിട്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു 2 എണ്ണമായിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 2 എണ്ണമായിട്ട് പറ്റൂല, 4 പീസോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ തന്നെ മേനു മേനു വിളിച്ച് ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു നമ്മളവിടെ നിന്ന് വാങ്ങിക്കലുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരെണ്ണമായിട്ട് നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു നിയമം മാറുമ്പോൾ നമ്മളത് സംസാരിക്കണ്ടേ. 2 കേട്ടോ. അപ്പോൾ 2 എണ്ണം. ഓക്കെ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ മേനിപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ അവിടുത്തെ കസ്റ്റമറാണ്, നമ്മൾ ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്, ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെ മാറാൻ കാരണം അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സോറി സാർ നമ്മൾ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അല്ല സോറി പറഞ്ഞില്ലേ, എന്തോ പറഞ്ഞില്ലേ ലാസ്റ്റ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്തായാലും ബർഗർ ഇപ്പോൾ വരും. അപ്പോൾ എനിക്കാണെങ്കിൽ ബർഗർ തിന്നാൻ മോഹമായിട്ട് പെട്ടെന്ന് കിട്ടാണെന്നപ്പോൾ മൈൻഡ് അങ്ങോട്ട് ആകെ ബാഡായി. സോ നമ്മൾ വിചാരിച്ചാൽ, എനിക്ക് ആ ഒരു ആഗ്രഹം പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് അത് നടത്തിത്തരാതിരിക്കില്ലല്ലോ, അല്ലേ? അപ്പോൾ സാധനത്തുണ്ട് ചെറിയ ആഗ്രഹമൊക്കെ പറയുള്ളൂ കേട്ടോ. നമുക്കത് വരട്ടെ. അപ്പോൾ ഗൈസ്, ബർഗർ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതുകൊണ്ടൊരു ചലഞ്ച് നടത്താൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ക്ലോസ് ആവുകയാണ്. ബർഗർ ചലഞ്ച് വീഡിയോ നെക്സ്റ്റ്. ഓക്കെ. ആസ്വദിച്ച് തിന്നാൻ വേണ്ടി വാങ്ങിച്ചത്, ആസ്വദിച്ച് തിന്നാനോ വാങ്ങിച്ചത്. ചലഞ്ചല്ലേ? ഓക്കെ, എന്നാ ചലഞ്ച് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നോക്കാം. അല്ലേ? ഞാനിപ്പോൾ വായിലെത്തുക നന്നായി. സാധാരണ ഞാൻ എനിക്കെല്ലാം വായിലെത്താറില്ലേ. എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കുടിച്ചപ്പോൾ എനിക്ക് വായിലെത്തുന്നില്ലല്ലോ. നമ്മൾ വീഡിയോ കട്ട് ചെയ്തതിന് ശേഷമുള്ള എനിക്ക് വായിലെത്തുന്ന. അപ്പോൾ ആരോ സഫാനോട് സ്നേഹമില്ലാന്ന് തോന്നണം. മേനു സഫാക്ക് വായിലെച്ചു കൊടുത്തില്ല. ഓക്കെ, ബൈ ബൈ.